മൈക്രോ കൺട്രോളർ ഉണ്ട്. നിങ്ങൾ മൈക്രോ കൺട്രോളറിനെ പറ്റി പഠിച്ചിട്ടില്ലേ? ബ്രാഞ്ച് ഏതൊക്കെയാണ്? ഓട്ടോമൊബൈൽ. അല്ല ബേസിക് ഇലക്ട്രോണിക്സിനെ പറ്റി ഐഡിയ ഉണ്ടോ? ഓട്ടോമൊബൈൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം നമ്മളൊരു 5 വോൾട്ട് ആയിരിക്കും ഈ കാണുന്ന നമ്മുടെ ത്രോട്ടിലിന് കിട്ടുന്നത്. ഈ ത്രോട്ടിലിൽ നിന്ന് നമ്മൾ ഒരു വേരിയബിൾ ആയിട്ടുള്ള സിഗ്നൽ ഇപ്പോഴത്തേക്ക് മാറ്റ്ലാബ് സിമുലേഷനൊക്കെ നമ്മൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. സിഗ്നൽ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള മോട്ടേഴ്സിനെ പറ്റിയും ബാറ്ററി ഏതൊക്കെ ഉണ്ടെന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ബേസിക് ഐഡിയ തരുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് മോട്ടറാണ്, ഹബ് മോട്ടർ എന്ന് പറയും. ഹബ് അപ്പോൾ ഇത് കറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇവിടെ ടയർ വരുന്നത് ഇതുമായിട്ട് വന്ന് ഡ്രമ്മുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും. ഡ്രമ്മുമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ ഇത് ഫുള്ളായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത് ഹബ് മോട്ടർ. ഇത് ചെയിന് ബെൽറ്റ് ഡ്രൈവ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയിൻ ഡ്രൈവാണ്. ഇപ്പം നമുക്ക് എയ്തർ ഓലൊക്കെ സ്കൂട്ടറൊക്കെ കണ്ടില്ലേ, അപ്പം അതിൻ്റെ അകത്തൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നത് ബെൽറ്റാണ് വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇത് അതിൻ്റെ ഒരു കൺട്രോളറാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഓട്ടോമൊബൈലുകാർക്ക് അറിയാൻ പറ്റും. ECM എന്നൊക്കെ പഠിച്ചല്ലേ, എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു അഡ്വാൻസ് ECU പോലെ MCU മോട്ടോർ കൺട്രോൾ യൂണിറ്റ്. ഇപ്പോൾ ഇതിലോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിനകത്ത് നമുക്ക് കണക്ഷൻസ് ഒക്കെ എവിടെ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയൊക്കെ. ഇത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ രേഖപ്പെടുത്തും. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ത്രോട്ടിൽ എവിടെ കണക്ട് ചെയ്യേണ്ടത്. അതായത് ബാറ്ററിയിൽ നിന്ന് ഒരിക്കലും ഡയറക്റ്റ് മോട്ടറിലേക്ക് ഡ്രൈവ് പോകില്ല. ബാറ്ററിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് കൺട്രോളറാണ് എല്ലാ കാര്യത്തെ പറ്റിയും തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം അതിന് അഡ്വാൻസ് ലെവലിൽ നമ്മൾ സൂപ്പർവൈസർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടൊക്കെ ഫോൾട്ട് ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞു തരും. അതായത് ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് കോഴ്സ് ചെയ്യുമ്പോൾ സാറ് പറഞ്ഞ ഡിസൈനിങ് ഉൾപ്പെടെ നമ്മൾ പഠിക്കും. ഈ ഒരു കോമ്പൗണ്ട്സ് എങ്ങനെ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കോമ്പൗണ്ട്സ് എങ്ങനെ ഡിസൈൻ ചെയ്യണേ, BLDC ഇൻവേർട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെയൊക്കെ സിമുലേഷന് അതിൻ്റെ ഇൻഡെപ്ത് ഒക്കെ കാര്യങ്ങൾ പഠിപ്പിക്കും. അത് അഡ്വാൻസ് ലെവലിലാണ്. പിന്നെ ബേസിക് ഓട്ടോമൊബൈൽ പഠിപ്പിക്കും. കാരണം ഇപ്പോൾ ഇലക്ട്രിക്കലും പല ബ്രാഞ്ച്